الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും അഖിലങ്ങളുടെ സ്രഷ്ടാവും സംരക്ഷകനും അളവറ്റ ദയാപരനും അന്നദാതാവും ഏക ആരാധ്യനുമായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നെയും അതുപോലെ നിങ്ങളെ ഏവരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കുക. പടച്ച തമ്പുരാൻ അങ്ങനെയുള്ളവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ 59-ാം അധ്യായം സൂറത്തു ഹശ്റിലെ വളരെ ശ്രദ്ധേയമായ, നമ്മുടെ മനസ്സിൽ സദാസമയവും നാം കൊണ്ടു നടക്കേണ്ട 18-ാമത്തെ വചനമാണ് ഇന്നത്തെ അല്പസമയ ആലോചനയ്ക്ക് വേണ്ടി, പഠനത്തിനു വേണ്ടി ഞാൻ ആദ്യമേ ഓതിക്കേൽപ്പിച്ചത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ
നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന, ജീവിതത്തിൽ പുണ്യങ്ങൾ നിറഞ്ഞു നിന്ന നന്മയുടെ വസന്തകാലം റമദാൻ. ഈ വർഷത്തെ റമദാൻ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. നോമ്പിന്റെ ദിനങ്ങളിൽ പരിപൂർണനായ ഒരു വിശ്വാസിയായി ജീവിക്കാൻ പരമാവധി പരിശ്രമിച്ചവരാണ് നാം ഏവരും. കൃത്യമായി 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളെ ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിച്ചു. അതുപോലെ തന്നെ നിർബന്ധ നമസ്കാരങ്ങളോടനുബന്ധിച്ചുള്ള സുന്നത്ത് നമസ്കാരങ്ങളും മറ്റു സുന്നത്ത് നമസ്കാരങ്ങളെയും കൃത്യമായി പരമാവധി കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന നിലയിൽ ആ വിശുദ്ധ ഖുർആനിന്റെ പഠനവും അതുപോലെ തന്നെ പാരായണവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിന്റെ ആ മാസത്തിലെ ബഹുഭൂരിപക്ഷം സമയവും ഞാനും നിങ്ങളും ഉപയോഗിച്ചത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോടതിയിൽ നാളെയുടെ ലോകത്ത് നരകമോചനത്തിന് വേണ്ടി, സ്വർഗപ്രവേശനത്തിനു വേണ്ടി ദാനധർമ്മങ്ങൾ, നന്മകൾ മത്സര ബുദ്ധിയോടുകൂടി ചെയ്തവരാണ് റമദാനിൽ നാം ഏവരും. സഹോദരങ്ങളെ, ഇനിയൊരു റമദാനിനെ കാത്തിരിക്കാതെ ആ റമദാനിൽ ഞാനും നിങ്ങളും ചെയ്തു പോന്നിരുന്ന ആ നന്മകളെ തുടർത്തേണ്ടവരാണ് വിശ്വാസികളായ നാം ഏവരും. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. വഅബ്ദു റബ്ബക, നീ നിന്റെ റബ്ബിനെ ആരാധിച്ചു കൊണ്ടിരിക്കണം. ഏതുവരെ? ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് ദൃഢമായത് വരുന്നത് വരെ, അതായത് മരണം വരെ ആരാധനാ കർമ്മങ്ങളിൽ ശ്രദ്ധയുള്ളവരാകണം വിശ്വാസികൾ എന്ന നിലയിൽ നാം എന്നാണ് വിശുദ്ധ ഖുർആൻ 15-ാം അധ്യായം സൂറത്തു ഹിജ്റിന്റെ അവസാന ഭാഗത്തിൽ അവസാനത്തെ ആയത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നന്മകൾ, നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, മറ്റു എല്ലാ നല്ലതായ കാര്യങ്ങളും അത് റമദാനിൽ ഒതുങ്ങിക്കൂടാ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിശാചിന്റെ പ്രേരണകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പരമാവധി പരിശ്രമിച്ചവരാണ് നാം. അല്ലാഹു കാണുന്നുണ്ട്, റബ്ബന്നെ അറിയുന്നുണ്ട്, റബ്ബന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധത്തിലൂടെ റമദാനിലൂടെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചു. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, 57-ാം അധ്യായം സൂറത്തു ഹദീദിൽ അല്ലാഹു പറയാ, ഒരിക്കലും ഒരു വിശ്വാസി എന്ന നിലയിൽ റമദാനിന് ഭയന്നതുകൊണ്ടല്ല നാം നന്മകൾ ചെയ്തത്. അതേപോലെ തന്നെ റമദാനിൽ നോമ്പ് നോറ്റത് എല്ലാവരും എന്റെ സമൂഹത്തിൽ അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുള്ള എല്ലാവരും നോമ്പുകാരാണ്, അതുകൊണ്ട് ഞാൻ നോമ്പ് നോൽക്കുന്നു എന്നല്ല. മറിച്ച് എന്നെ കാണുന്ന, എന്നെ നിരീക്ഷിക്കുന്ന, എന്നെ വിചാരണ ചെയ്യുന്ന ഒരു റബ്ബുണ്ട് എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ്. ശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ എന്നാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു എന്താ പഠിപ്പിക്കുന്നത്? റബ്ബിനെ കുറിച്ച് നമുക്ക് എന്ത് ബോധമാണ് ഉണ്ടാകേണ്ടത്? അല്ലാഹു പറയാ, വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും റബ്ബ് നിങ്ങളോടൊപ്പമുണ്ട്. റബ്ബിന് നിങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അറിവുണ്ട്. റബ്ബ് നിങ്ങളെ കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബ് നിങ്ങളുടെ കർമ്മങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ, അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു. അതാ പറഞ്ഞത്, വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ റമദാനിലാണെങ്കിലും ശവ്വാലിലാണെങ്കിലും ഏതു മാസങ്ങളിലായിരുന്നാലും, അങ്ങാടിയിലാണെങ്കിലും വീട്ടിലായിരുന്നാലും, എവിടെയും നിങ്ങളോടൊപ്പം നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി അറിയുന്നവനായ റബ്ബുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹ് എല്ലാം കണ്ടറിയുന്നവനാണ്.
റമദാനിൽ നന്മകൾ ചെയ്ത, റമദാനിൽ ഖുർആൻ പാരായണം ചെയ്ത നമുക്ക് ആ റമദാൻ കഴിഞ്ഞാൽ എന്താണ് ആ വിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ തടസ്സമുള്ളത്? അതുപോലെ തന്നെ റമദാനിൽ പള്ളിയിൽ 5 നേരം അല്ലെങ്കിൽ കഴിവതും ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ ശ്രമിച്ച നമുക്കെന്താണ് തടസ്സമുള്ളത് എന്ന് കൃത്യമായി കണ്ടറിയുന്നവനായി റബ്ബുണ്ട് എന്ന് ഒരു തിരിച്ചറിവ് നമ്മിലുണ്ടാകണം. അതിലൂടെ റമദാനിനെയല്ല, റബ്ബിനെ ഭയന്നുകൊണ്ടാണ് എന്റെയും നിങ്ങളുടെയും കർമ്മങ്ങൾ നന്നാക്കാൻ റമദാനിന് ശേഷവും ഞാനും നിങ്ങളും തയ്യാറാകേണ്ടത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് റമദാനിലെയല്ല നാം പേടിക്കേണ്ടിയിരുന്നത്, മറിച്ച് അല്ലാഹുവിനെയാണ് ഭയപ്പെടേണ്ടിയിരുന്നത്. കാരണം എന്താ? ഫഇന്നല്ലാഹ ഹയ്യുൻ, അല്ലാഹ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഹത്താ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരണമില്ലാത്തവനാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, ലഹു മുൽകുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം, ലഹു മുൽകുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം അവനുള്ളതാണ്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ, എല്ലാ കാര്യങ്ങളുടെയും മടക്കം കൃത്യമായി റബ്ബിങ്കലാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു കൃത്യമായി അറിയുന്നവനാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫില്ലൈൽ, പകലിൽ നിന്ന് റബ്ബ് രാത്രിയെ ഊരിയെടുക്കുന്നു, അതുപോലെ തന്നെ രാത്രിയിൽ നിന്ന് പകലിനെ ഊരിയെടുക്കുന്നു. എന്നിട്ടോ എല്ലാം റബ്ബ് അറിയുന്നവനാണ്, എല്ലാ കാര്യങ്ങളുടെയും തിരിച്ചുപോക്ക് അവനിലേക്കാണ്. വഹുവ അലീമും ബിദാത്തിസ് സുദൂർ, നമ്മുടെ മനസ്സുകളിൽ റമദാൻ കഴിയാൻ വേണ്ടി, റമദാൻ ഒഴിവായി പോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നാം എന്ന് കൃത്യമായി അറിഞ്ഞവനാണ് റബ്ബ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാണ് സഹോദരങ്ങളെ, റമദാനിനെയല്ല നമ്മൾ ഭയപ്പെട്ടത്, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ റമദാനിൽ തുടർന്ന നന്മകൾ തുടരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതെ, മുൻഗാമികളായ സ്വഹാബത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞതെന്നറിയോ? വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ചിട്ടപ്പെടുത്താൻ, നമ്മുടെ കർമ്മങ്ങളെ റമദാനിനെ പോലെ ഏകദേശം ചിട്ടപ്പെടുത്താൻ ഈ ഒരു വചനം നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്താ അല്ലാഹ് പറഞ്ഞതെന്നറിയോ? വല്ലദീന, സ്വഹാബികളെ കുറിച്ച്, മുൻഗാമികളായ നല്ലയാളുകളെ കുറിച്ച് അല്ലാഹു പഠിപ്പിക്കുക. അതിൽ നമുക്ക് പെടാൻ സാധിക്കണം. വല്ലദീന യുതൂന മാ ആതൗ, അല്ലാഹു നൽകിയതിൽ നിന്ന് അവർ ചിലവഴിച്ചിരുന്നു എന്നാണ്. ആര്? സ്വഹാബികൾ. മാത്രമല്ല, എന്താ അതിന് പ്രചോദനം? വഖുലൂബുഹും വജിലാ, അവർ ഭയവിഹ്വലരായിരുന്നു, അല്ലാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പേടിച്ചിരുന്നവരായിരുന്നു. അതുപോലെ തന്നെ സ്വർഗം ലഭിക്കുമോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു അവർക്ക് എന്ന. മാത്രമല്ല, വഅന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിങ്കലേക്ക് എന്റെ പ്രവർത്തനങ്ങളുമായി, എന്റെ കർമ്മങ്ങളുമായി മടങ്ങി ചെല്ലേണ്ടവനാണ് എന്ന ഒരു തിരിച്ചറിവ് അവരുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. മദീനയിൽ ജലക്ഷാമം ഉണ്ടാകുമ്പോ റൂമാ കിണർ വാങ്ങി മുസ്ലിങ്ങളുടെ ആവശ്യത്തിനായി ദാനം ചെയ്യുന്നവന് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, ആ സ്വർഗം ലഭിക്കാനായിട്ട് ആ ജൂതൻ പറഞ്ഞ് ഇരട്ടി വിലയും നൽകിയിട്ട് ആ സ്വർഗത്തിനായി അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുകയാണ്. അതുപോലെ തന്നെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. എന്താ പറഞ്ഞത്? നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിക്കുന്നത് വരേക്കും നിങ്ങൾക്ക് പുണ്യം നേടാനാവുകയില്ല എന്നറിയുമ്പോ, അൻസാരികളിൽ പ്രധാനിയായിരുന്ന അബൂ തൽഹത്തുൽ അൻസാരി പ്രവാചകന്റെ സവിധത്തിൽ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ സമ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ബൈറുഹാ എന്ന എന്റെ തോട്ടമാണ്. അല്ലാഹു പറഞ്ഞതെന്താ?
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് വരേക്കും പുണ്യം ലഭിക്കുകയില്ല എന്നാണെങ്കിൽ, അതാ ഞാൻ എന്റെ ജീവിതത്തിൽ, എന്റെ സമ്പത്തിൽ, എന്റെ സ്വത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ബൈറുഹാ എന്ന എന്റെ ആ നല്ല തോട്ടമാണ്. അത് റബ്ബിന്റെ മാർഗത്തിൽ നാളെയുടെ സ്വർഗപ്രവേശനത്തിനായി നൽകുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, ഇവിടെ റമദാൻ കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്നറിയോ? റമദാനിൽ ചെയ്ത നന്മകളെ ഒരിക്കലും നിർത്തിവെക്കാൻ പാടില്ല. അതിനെ തുടർന്നു പോരാൻ എനിക്കും നിങ്ങൾക്കും ശ്രദ്ധയുണ്ടാകണമെന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? ചെയ്ത നന്മകൾ സ്വീകരിക്കാൻ വേണ്ടി റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കണമെന്നാണ്. നമുക്കറിയാം, സ്വഹാബത്തിന്റെ ചരിത്രം നാം പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, റമദാനിന് മുമ്പ് 6 മാസം അവർ റമദാനിലേക്ക് ആയുസ് നീട്ടിത്തരാൻ വേണ്ടിയിട്ട് അല്ലാ റമദാനിലേക്ക് എന്നെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചു വരുന്നവരായിരുന്നെങ്കിൽ, റമദാൻ ലഭിച്ച് ആ റമദാനിൽ നന്മകൾ ചെയ്ത സ്വഹാബത്ത് അടുത്ത 6 മാസം എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ റബ്ബേ, ഞാൻ റമദാനിൽ നിന്റെ പ്രീതിക്കായി ചെയ്ത നന്മകൾ നാഥാ നാളെയുടെ രക്ഷയ്ക്കായി എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ആലോചിക്കുക. കുറേ നോമ്പ് നോറ്റിയിട്ടുണ്ട്, അതേപോലെ തന്നെ കുറെ ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രയോ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഒരു ഹർഫിന് 10 പ്രതിഫലം അല്ല, അതിനേക്കാൾ അവന്റെ നിയ്യത്തനുസരിച്ച് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന ധാരാളം പുണ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് സ്വീകരിക്കണേ എന്നൊരു പ്രാർത്ഥന റമദാനിന് ശേഷം നമ്മളിൽ ഉണ്ടാകണം. അതെ, നമുക്കറിയാം, ഖലീലുല്ലാഹി എന്നറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട് കഅബാലയം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ആരാ പറഞ്ഞത്? കഅബാലയം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട് കൽപ്പിച്ചത്. എന്നിട്ടോ ആ കഅബാലയം പണിത് പൂർത്തിയായിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട് ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന എന്നറിയുമോ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ, ഞങ്ങളുടെ നാഥാ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് നീ ഈ നന്മയെ നീ ഇത് സ്വീകരിക്കണേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും കൃത്യമായി എല്ലാം അറിയുന്നവനുമാണല്ലോ എന്നാണ്. എന്തേ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹ് കൽപ്പിച്ചിട്ട് ഉണ്ടാക്കിയ ആ കഅബാലയം നിർമ്മിച്ചതിനു ശേഷം ആ ഒരു പ്രവർത്തനത്തെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. സുഹൃത്തുക്കളെ, ആ ഒരു കർമ്മം, നാം ചെയ്ത നന്മകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാകണം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ചെയ്ത നന്മകളെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾ, ഒരു പ്രവർത്തനങ്ങളും ഇതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. റമദാനിൽ നന്മകളും അതുപോലെ തന്നെ പുണ്യങ്ങളിൽ ഏർപ്പെട്ട നാം, അതുപോലെ തന്നെ റമദാനിന് മുമ്പുണ്ടായിരുന്ന തിന്മകളിൽ നിന്ന് മാറി നിന്ന്, റമദാനിൽ നിന്ന് മാറി നിന്ന നാം ആ റമദാനിന് ശേഷം റമദാനിന് മുമ്പുണ്ടായിരുന്ന തിന്മകളിലേക്ക് തന്നെ മടങ്ങിയോ എന്ന ഒരു ആലോചന തമ്മിൽ വേണം. ഉണ്ടെങ്കിൽ ആ തിന്മകളിലേക്ക് ഇനിയും വീണ്ടും നാം റമദാനിനു ശേഷം മടങ്ങിയെങ്കിൽ, സുഹൃത്തുക്കളെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൃത്യമായി റബ്ബിനെയല്ല ഭയപ്പെട്ടത്. റമദാനിൽ ആളുകൾ പറയുമോ എന്നാണ്, ആളുകൾ തന്നെ കുറിച്ച് വിലയിരുത്തുമോ എന്നാണ് നമ്മൾ ഭയപ്പെട്ടത് എന്ന് ആലോചിക്കുക. റമദാനിനു ശേഷം, റമദാനിന്റെ മുമ്പ് ഉണ്ടായിരുന്ന തിന്മകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതേപോലെ തന്നെ ജീവിതത്തിൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ആ ചെയ്ത നന്മകളെല്ലാം പൊളിഞ്ഞു പോകും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ബിദ്അത്ത് വന്നാലോ, ബിദ്അത്ത് വന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാതെയായി മാറും. അതുപോലെ തന്നെ അല്ലാഹുവോടും റസൂലിനോടും അനുസരണക്കേട് കാണിച്ചാലോ, അതും നമ്മുടെ പ്രവർത്തനങ്ങൾ, നാം ചെയ്ത നന്മകളെല്ലാം നിഷ്ഫലമായി പോകുന്ന കാര്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു പറഞ്ഞില്ലേ, ശിർക്ക് വന്നുപോയാൽ വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവർ ശിർക്ക് ചെയ്താൽ, അവരിൽ ശിർക്ക് വന്നുപോയാൽ അവരുടെ പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖുർആനിലൂടെ ഹദീസിലൂടെ ഇസ്ലാം പഠിപ്പിക്കുകയാണ് എന്ത്? ആരെങ്കിലും ബിദ്അത്ത് ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന. അതേപോലെ തന്നെ റസൂലിനോടും അല്ലാഹുവിനോടും റസൂലിനോടും അനുസരണക്കേട് കാണിച്ചാലോ നമ്മുടെ നന്മകൾ പൊളിഞ്ഞു പോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ
സത്യവിശ്വാസികളെ, അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. എന്താ പറഞ്ഞാല് അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ബാത്തിലായി പോകുമെന്നാണ് അല്ലാഹു പഠിപ്പിച്ചത്. ഇനിയോ എന്നിട്ട് അല്ലാഹു പറയാ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് ഈ വചനം കാണാൻ സാധിക്കും. എന്താ പറഞ്ഞതെന്നറിയോ? ബിദ്അത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. കർമ്മങ്ങൾ നിഷ്ഫലമായി പോയ ആളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അല്ലദീന വല്ല സഈഹും ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ പ്രവർത്തനങ്ങൾ ഈ ജീവിതത്തിൽ വഴിതെറ്റിപ്പോയി. വഹം യഹ്സബൂൻ അന്നഹും യുഹ്സിനൂന സുന്ന, ചെയ്തതൊക്കെ നന്മയാണെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയില്ലാത്തതായി പോയി എന്നാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ജീവിതത്തിൽ അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കുറെ ആളുകൾ പരലോകത്ത് കടന്നു വരുമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാശിയയിൽ അല്ലാഹു പഠിപ്പിച്ചത്. എങ്ങനെ പറഞ്ഞെന്നറിയോ? വുജൂഹു യൗമൈദിൻ ഖാശിആ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. എന്താ പറഞ്ഞേ? കുറേ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാലോ വുജൂഹു യൗമൈദിൻ ഖാശിആ, അന്നവർ അവരുടെ മുഖങ്ങൾ ഭയവിഹ്വലമായിരിക്കും. ആമിലത്തുൻ നാസിബ, ജോലി ചെയ്ത് ക്ഷീണിച്ചവരാണ്. കുറെ നന്മയാണെന്ന് കരുതി കുറെ കർമ്മങ്ങൾ ചെയ്തതാണ്. പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, ചൂടേറിയ അഗ്നിയിൽ അവർ എരിക്കപ്പെടുമെന്നാണ്. സുഹൃത്തുക്കളെ, ഇവിടെ എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയില്ലാത്ത പ്രവർത്തനങ്ങളാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ശിർക്ക്, ബിദ്അത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ നാം ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? പിശാചിനെ ശത്രുവായി തന്നെ നാം കാണേണ്ടതുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ, തീർച്ചയായും പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്നാണ്. ആ പിശാചിനെ ശത്രുവായി തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. പിശാചിന്റെ പ്രേരണയുണ്ടാകും, അതിൽ നിന്ന് മാറാൻ ദീനിയായ കർമ്മങ്ങളിലും അതുപോലെ തന്നെ ദീനിയായ ഉപദേശങ്ങളിലും വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധങ്ങളിലും ഒക്കെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു ചില ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ, ഇദാ ലഖുല്ലദീന ആമനൂ ഖാലൂ ആമന്നാ വഇദാ ഖലൂ ഇലാ ശയാതീനിഹിം ഖാലൂ ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. ഇന്നല്ലാഹ, എന്താ പറഞ്ഞതെന്നറിയോ? നമ്മൾ റമദാനിൽ നന്മ ചെയ്യുന്നവരോടൊപ്പമായി, അപ്പോഴോ നന്മ ചെയ്യുന്നവരോടൊപ്പമായപ്പോൾ നന്മ ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറി. എന്നിട്ടോ ആ റമദാനിന് ശേഷം പള്ളിയുമായിട്ടൊക്കെ അകന്ന് നമ്മുടെ പഴയ കൂട്ടുകെട്ടിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് നമ്മുടെ നന്മകളൊക്കെ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിഭാഗത്തെ കുറിച്ച് അല്ലാഹു പറയുന്നത് നോക്കൂ, അവർ വിശ്വാസികളോടൊപ്പമായാൽ ഖാലൂ ആമന്നാ, അവർ പറയും ഞങ്ങൾ വിശ്വാസികളാണ്, വിശ്വാസിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ടോ വഇദാ ഖലൗ ഇലാ ശയാതീനിഹിം, അവരുടെ കൂട്ടാളികളിലേക്ക് അവർ തിരിഞ്ഞു പോയാലോ ഖാലൂ, അവർ പറയും ഇന്നാ മഅകും, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ് കേട്ടോ. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങളെ ഓലപ്പം കൂടിയത് ഓലൊന്ന് പരിഹസിക്കാനോ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു വിഭാഗത്തിൽ നമ്മൾ ആരും പെടാതിരിക്കാനാണ് സുഹൃത്തുക്കളെ റമദാനിന് ശേഷം നമ്മുടെ നന്മകൾ എവിടെയാണ് എന്ന ഒരു ശ്രദ്ധ നമ്മിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞത്. സുഹൃത്തുക്കളെ, നാളെയുടെ ലോകം അതിഭയാനകമാണ്. ഞാനും നിങ്ങളും ഭയപ്പെട്ടുകൊണ്ട് ഞാനും നിങ്ങളും രക്ഷയാഗ്രഹിക്കുന്നത് നാളെ കത്തിയാളുന്ന ഭയാനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പ് നോറ്റത്, നമ്മൾ കൃത്യമായി നമസ്കരിച്ചത്, അതുപോലെ തന്നെ പട്ടിണി പാവങ്ങളെ സഹായിച്ചത്, രോഗിയെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുകയും ചെയ്തതൊക്കെ ഏതേതു നന്മകളും നാളെയുടെ ലോകത്ത് നരകമോചനത്തിന് വേണ്ടിയായിരുന്നു, അതുപോലെ തന്നെ സ്വർഗപ്രവേശനത്തിന് വേണ്ടിയായിരുന്നു. സുഹൃത്തുക്കളെ, ഈ റമദാനിനു ശേഷവും അതിനെ തുടർത്തുക എന്നത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഏവരുടെയും ബാധ്യതയായി എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആ റമദാനിൽ ഉണ്ടായിരുന്ന ആ നന്മകളിൽ കഴിവിന്റെ പരമാവധി തുടരാൻ നാം പരിശ്രമിക്കുക. പടച്ച തമ്പുരാൻ അങ്ങനെയുള്ള നല്ലവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദീ അലമ ബിൽ ഖലം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ ثانيا ബിത്തഖ്വല്ലാഹ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമേ എന്ന് എന്നെയും അതുപോലെ നിങ്ങളെ ഏവരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ നന്മകളെ തുടർത്തണം എന്നതിലേക്കുള്ള വിശുദ്ധ ഖുർആനിന്റെ അതുപോലെ തന്നെ ഹദീസിന്റെ ഉപദേശ നിർദ്ദേശങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, വിശ്വാസികളെ, ശാശ്വതമായ നമ്മുടെ ജീവിതം അത് പരലോകമാണ്. മരണമില്ലാത്ത യാഥാർത്ഥ്യമായ ജീവിതത്തിൽ അവിടെ നമുക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ നന്മകൾ സ്വീകാര്യമാകണം. അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് നാം അകന്നു നിൽക്കണം. നാം റബ്ബിനോട് നിരന്തരം സ്വർഗം ചോദിക്കണം, നരകത്തിൽ നിന്ന് രക്ഷ തേടണം. ഞാൻ ഓതിവെച്ച ആയത്ത് നിങ്ങളേവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. റമദാനിൽ ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ടിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് ആവർത്തിച്ച് ഞാൻ ഓതിവെച്ച ആയത്തിലൂടെ അല്ലാഹു ഉപദേശിച്ചത്. വിശ്വാസികളായ നമ്മളെയൊക്കെ ഉപദേശിക്കുക, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, തഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. റമദാനിലെ നോമ്പ് അല്ലാഹ് എന്തിനാ നമുക്ക് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് റമദാനിന്റെ നോമ്പിന്റെ ഒരു ഉദ്ദേശം പറഞ്ഞത്. ഇവിടെ അല്ലാഹു പറയുന്നു, നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ. സ്നേഹത്തോടെ അല്ലാഹു നമ്മളെ ഒക്കെ വിളിച്ചിട്ടാ പറയുന്നത്, തഖ്വല്ലാഹ്, നിങ്ങൾ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണേ. എന്നിട്ടോ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ആ നരകം കണ്ണാൽ കാണുമ്പോ വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, ലതറവുന്നൽ ജഹീം ثم ലതറവുന്നഹാ ഐനൽ യഖീൻ. അതെ, നരകം നിങ്ങളുടെ കണ്ണാൽ കാണുക തന്നെ ചെയ്യും. പിന്നെയും ആ നരകത്തെ നിങ്ങളുടെ ദൃഢമായ കൺകാഴ്ചയാൽ കാണുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ? ആ നരകത്തെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. അല്ലാഹ് പറയാ, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി, ആ നരകമോചനത്തിന് വേണ്ടി ഞാനും നിങ്ങളും 5 നേരം റബ്ബിനോട് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ സ്വർഗത്തിന് വേണ്ടി, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് നാം ചെയ്തത് എന്ന കാര്യം നിങ്ങൾ ആലോചിക്കണേ എന്നാണ് അല്ലാഹു പറഞ്ഞത്. നമ്മുടെ റമദാനിലെ നോമ്പ് നമുക്ക് കിട്ടണം, പ്രാർത്ഥിച്ചോളൂ. അതുപോലെ തന്നെ ഓരോ കർമ്മങ്ങളും നമുക്ക് കിട്ടണം, അതിന് കൃത്യമായ പ്രാർത്ഥനയുണ്ടാകണം. അതേപോലെ തന്നെ അല്ലാഹു പറഞ്ഞു, തുടർന്ന് അല്ലാഹു പറയാ, വത്തഖുല്ലാഹ്, നിങ്ങൾ റബ്ബിനെ ഭയപ്പെട്ടോ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കൃത്യമായി റബ്ബ് അറിയുന്നവനാകുന്നു എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ പ്രവർത്തനങ്ങളെ നാം നിയന്ത്രിക്കുക. തിന്മകളിൽ നിന്ന് മാറി നന്മയിലൂടെ സഞ്ചരിക്കാൻ ഏതു നേരവും ഏതു നിമിഷവും നമ്മിലേക്ക് മരണം കടന്നു വന്നേക്കാം. ആ മരണത്തിനു മുമ്പ് നല്ലവരായി ജീവിക്കാൻ ഇതാ ഒരു റമദാൻ നമ്മോട് വിട പറഞ്ഞു. റമദാനിൽ നല്ലവരായി ജീവിക്കാൻ ശ്രമിച്ച നമുക്ക് അടുത്തൊരു വർഷം വരെ അല്ല, മരണം വരേക്കും നന്മയിലൂടെ ജീവിക്കാനുള്ള പ്രചോദനമായിരുന്നു ഈ റമദാൻ എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ റമദാനിൽ ചെയ്ത നന്മകളിലൂടെ ജീവിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. പടച്ച തമ്പുരാൻ അങ്ങനെയുള്ള നല്ലവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളുന്ന ഭയാനകമായ നരകത്തിൽ നിന്ന് റബ്ബ് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവന്റെ മഹനീയ സ്വർഗത്തിൽ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
നാം റമദാനിൽ ചെയ്ത ഏതേതു നന്മകളും നാളെയുടെ ലോകത്ത് സ്വർഗപ്രവേശനത്തിനായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ കടന്നു കഴിഞ്ഞുപോയ തിന്മകളും പാപങ്ങളുമെല്ലാം നാളെയുടെ നരകമോചനത്തിനായി റബ്ബ് നമ്മിൽ നിന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അദ്ഖിൽ ജന്നത വനജ്ജിനാ മിനൻ നാർ. അല്ലാഹുമ്മ അദ്ഖിൽ ജന്നത വനജ്ജിനാ മിനൻ നാർ. അല്ലാഹുമ്മ അദ്ഖിൽ ജന്നത വനജ്ജിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. آمين آمين. സഹോദരങ്ങളെ, 3 പ്രധാനപ്പെട്ട കാര്യം ഉണർത്താനുള്ളത്. ഒന്ന്, നമ്മുടെ റമദാനിന് മുമ്പുണ്ടായിരുന്ന വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം ഉണ്ടായിരുന്ന QH+, അതായത് ഖുർആൻ ക്ലാസ് ഈ ഒരു വ്യാഴാഴ്ച മുതൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ മദ്രസ കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഒരു മീറ്റിംഗ് ഈ ഞായറാഴ്ച 9:30 ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മദ്രസ വിദ്യാഭ്യാസം നമുക്കറിയാം, നമ്മുടെ കുട്ടികളുടെ ദീനിയായ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മദ്രസ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ രക്ഷിതാക്കളെ ഉണർത്താനുള്ളത്. കൃത്യമായി എല്ലാവരും അതിൽ പങ്കെടുക്കുക. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ പ്രീ മദ്രസ ഒരു സംവിധാനം നമ്മുടെ ഈ മഹല്ലില് ഈ വർഷം മുതൽ ആരംഭിക്കുകയാണ്. ബഹിജ എന്നാണ് അതിന്റെ പേര്, ബഹിജത്തുൽ അത്ഫാൽ എന്ന്. അതിൽ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മദ്രസയില് ആ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ, ഒരു കുട്ടികൾക്കുള്ള ആ ഒരു ക്ലാസ്സിനുള്ള പ്രീ മദ്രസയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് കുറവുള്ളത് 10 ഡെസ്കിന്റെ ഒരു കുറവ് മാത്രമാണുള്ളത്. നമ്മളിൽ ഓരോരുത്തരുമാണ് നമ്മുടെ മഹല്ലിന്റെ കാര്യങ്ങൾ കൊണ്ടുനടക്കേണ്ടത്, ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. 10 ഡെസ്കാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് മാത്രമാണ് നമുക്കിപ്പോ കുറവുള്ളത്. നമ്മളൊക്കെ വിചാരിച്ചാല് സുഗമമായി നടത്താൻ നമ്മൾ ഒരാൾ തന്നെ വിചാരിച്ചാല് അതിൽ ഓരോന്ന് ചെയ്യാൻ സാധിക്കും. പരമാവധി ആളുകൾ അതുമായി സഹകരിക്കുക. ഒരു ഡെസ്കിന്, ഒരു സൗകര്യത്തിന് 4500 രൂപയാണ് ചെലവ് വരിക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ ചോദിച്ചതെന്നറിയോ? നിങ്ങൾ ആരാണ്, നിങ്ങളുടെ സമ്പത്തിനേക്കാൾ അനന്തരാവകാശികളുടെ ധനത്തെ ആരാണ് ഇഷ്ടപ്പെടുക എന്ന് ചോദിച്ചു. അപ്പൊ അള്ളാന്റെ റസൂലിനോട് സ്വഹാബത്ത് പറഞ്ഞു, എന്ത്, അള്ളാഹുവേ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ സ്വന്തം സ്വത്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന്. അപ്പൊ റസൂല് പഠിപ്പിച്ചു, എന്നാ നിങ്ങളുടെ സ്വന്തം സ്വത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ആദ്യമേ ചിലവഴിച്ചതാണ്. നിങ്ങൾ നേരത്തെ ചിലവഴിച്ചതാണ്, പരലോകത്തിന് വേണ്ടി ചിലവഴിച്ചാണ് നിങ്ങൾക്കുള്ളത്. നിയോ നിങ്ങള് മാറ്റിവെച്ച് ചെലവഴിക്കാതെ പിശുക്കി പിടിച്ചതേ അത് നിങ്ങളുടെ അനന്തരാവകാശികൾക്ക് നിങ്ങളുടെ മരണത്തിന് ശേഷം പോകുന്നതാണ് എന്ന്. സുഹൃത്തുക്കളെ, നമുക്കൊക്കെ സാധിക്കും, പക്ഷേ അതിന് മനസ്സ് പാകപ്പെടുത്തണം. നമ്മള് നാളെയുടെ ലോകത്ത് വിജയിക്കാൻ ഇങ്ങനെയുള്ള നന്മകളിൽ നമ്മൾ എല്ലാവരും സജീവമാകുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.